4 ക്ലാസ്സുകളിൽ നാം വളരെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് സംസാരിച്ചത്. ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സുകളെ കുറിച്ചാണ്. നമുക്ക് വളരെ പരിചിതമായ കാര്യങ്ങൾ തന്നെയാണ് പങ്കുവച്ചത്. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ മുന്നറിവ്, ദൈവത്തിൻ്റെ സർവജ്ഞാനം, പിന്നെ ദ ടൈംലെസ്നെസ് ഓഫ് ഗോഡ്, ദൈവം സമയത്തിന് പുറത്താണ്, അവന് സമയത്തിന് അതീതനാണ്. പിന്നെ ദ ഇമ്മ്യൂട്ടബിലിറ്റി ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മാറ്റം വരുന്നില്ല, പുറത്തുള്ള ഒന്നിനാലും സ്വാധീനിക്കപ്പെടാത്തവർ തന്നിൽ തന്നെ സ്വതന്ത്ര ഇച്ഛയുള്ള ഒരു ദൈവം. പിന്നെ ദൈവത്തിൻ്റെ ഓൾ സഫിഷ്യൻസി, അവൻ പര്യാപ്തനായ ദൈവമാണ്. ഏതെങ്കിലും ഒരു കാര്യം കൊണ്ട് അവനെ പൂർണ്ണമാക്കാൻ കഴിയില്ല. അവനിൽ ഒന്നും കുറയുന്നുമില്ല, ഒന്നും കൂടുന്നുമില്ല. എപ്പോഴും ഒരുപോലെ സ്ഥായിയായിരിക്കുന്നവനായ ദൈവം. അപ്പോൾ ഈ ആട്രിബ്യൂട്ട്സുകളൊക്കെ നമ്മൾ ഒന്ന് ബേസിക്കായിട്ട് ചിന്തിക്കാൻ കാരണം, മുന്നോട്ട് വരും തോറും ഈ കാര്യങ്ങൾ, ഈ ദൈവത്തിൻ്റെ സ്വഭാവവിശേഷങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ദൈവത്തിൻ്റെ നിത്യ പദ്ധതികൾ, എറ്റേണൽ പ്ലാനും ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയും പുരോഗമിക്കുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാര്യങ്ങളെ, നമുക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തന്നെ അത് ബേസിക്കായിട്ട് പറഞ്ഞത്. ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, നാം ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ വായിച്ച വേദഭാഗങ്ങൾക്ക് വളരെ ഘടകവിരുദ്ധമായിട്ടുള്ള ചില വചനങ്ങൾ വേദോസത്തിൽ കാണാം. ഇപ്പം ദൈവം അനുദപിക്കുന്നില്ല, അവൻ അനുദപിക്കുവാൻ മനുഷ്യനല്ല. പക്ഷേ ചില വേദഭാഗങ്ങളിൽ ചില സംഭവങ്ങളോടുള്ള ബന്ധത്തിൽ അവൻ അനുദപിക്കുന്നു, അവൻ അനുദപിച്ചു. മറ്റു ചിലയിടത്ത് അവൻ ദുഃഖിക്കുന്നു, അവൻ മാനസാന്തരപ്പെട്ടു. അപ്പം അവൻ്റെ സ്വഭാവം ത്യജിപ്പാൻ കഴിയത്തില്ല, അവൻ മാറ്റമില്ലാത്തവൻ, മാറ്റത്തിൻ്റെ നിഴലില്ലാത്തവൻ. പക്ഷേ ദൈവം ചിലയിടത്ത് മാറിയതായിട്ട് വായിക്കുന്നു. അവരുടെ മാനസാന്തരം കണ്ടപ്പോൾ കർത്താവ് അവരോട് ചെയ്യാൻ വിചാരിച്ച അനർത്ഥത്തിൽ നിന്ന് ദൈവം പിന്മാറി. അപ്പം ദൈവം മാറി, ദൈവം അനുദപിച്ചു, ദൈവം ദുഃഖിച്ചു, ദൈവം തൻ്റെ പ്ലാൻ ചേഞ്ച് ചെയ്തു. ചിലയിടങ്ങളിൽ അവരുടെ വിശ്വാസം കണ്ട് ദൈവം വിസ്മയിച്ചു, എക്സൈറ്റഡായി, ദൈവം സർപ്രൈസായി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ വായിച്ച ദൈവവചനത്തിന് ഘടകവിരുദ്ധമായി നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തിരിച്ചറിയേണ്ട ഒരു കാര്യം, വേദപുസ്തകത്തിൽ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദൈവം ദൂരസ്ഥനായ ദൈവവും ദൈവം സമീപസ്ഥനായ ദൈവവുമാണ്. അപ്പം ദൈവം നമ്മളോട് സമീപസ്ഥനായിരിക്കുന്നത് നമ്മളുടെ ഭാഷ ഉൾക്കൊണ്ടുകൊണ്ട്, നമ്മുടെ അറിവ്, ജ്ഞാനം, അജ്ഞത, കപ്പാസിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ തിങ്സ്, വിദ്യാഭ്യാസം, കാലഘട്ടം, കൾച്ചർ, ഇവയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ദൈവം നമ്മളോട് ഇടപെടുന്നത്. ആ നിലയിലാണ് അവൻ സമീപസ്ഥനാകുന്നത് നമ്മളോട്. അപ്പം ദൈവം സമീപസ്ഥനാകുമ്പോൾ അവൻ മനുഷ്യന്റെ ഭാഷയിലേക്ക്, ഒരു എത്നിക് ഗ്രൂപ്പിന്റെ ആ കാലത്തെ വളർച്ച, അറിവ്, ബോധം, കൾച്ചർ, ഇവയെല്ലാം ഉൾപ്പെടുത്തി അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടാണ് ദൈവം മനുഷ്യനോട് ഇടപെടുന്നത്. എങ്കിൽ മാത്രമേ ദൈവത്തിന് മനുഷ്യനോട് റിലേറ്റ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മൾ ഈ ബേബി ടോക്ക് എന്ന് പറയും. ബേബി ടോക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുട്ടികളോട് സംസാരിക്കുന്ന ഭാഷ. കുട്ടികളോട് എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്? ഭർത്താവ് ഭാര്യയോട് സംസാരിക്കുന്നത് പോലെയല്ലല്ലോ കുട്ടിയോട് സംസാരിക്കുന്നത്. അവനെ കളിപ്പിക്കാനായിട്ട് ചിലപ്പോൾ വിരലുകൾ വെച്ച് കൊമ്പ് പോലെ കാണിക്കുന്നു. അവൻ്റെതായ ഭാഷയിലേക്ക് ഇറങ്ങി വന്ന് അവനോട് സംസാരിക്കുന്നു. അപ്പം ഭാര്യ ഭർത്താവിനോട് സംസാരിക്കുന്ന ഭാഷയിലല്ല കുഞ്ഞിനോട് സംസാരിക്കുന്നത്. അവനെയും കൂടെ ഉൾപ്പെടുത്തിയാണ്, അവനും കൂടെ മനസ്സിലാകുന്ന നിലയിലാണ്, അവനെയും കൂടെ അക്കോമഡേറ്റ് ചെയ്ത ഒരു ഭാഷയാണ് നാം കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നത്, ബേബി ടോക്ക്. അപ്പം സർവജ്ഞാനിയായ ദൈവത്തിന്
മനുഷ്യനോട് സംസാരിക്കുമ്പോൾ ആ ഒരു ബേബി ടോക്ക് പലപ്പോഴും നമുക്ക് ബൈബിളിലുടനീളം കാണാം. അതിന് ആന്ത്രോപ്പോമോർഫിക് ലാംഗ്വേജ് എന്ന് പറയും. അതായത് നരവംശ ഭാഷ. മനുഷ്യനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ ദൈവം ആ മനുഷ്യന്റെ ഭാഷ തന്നെ ദൈവം അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, കരയുന്ന പുഴ കരയുന്നു. അപ്പോൾ പുഴ കരയുന്നുണ്ടോ? ഇല്ല. പക്ഷേ മനുഷ്യൻ അതിൻ്റെ എക്സ്പ്രഷൻ, അതിൻ്റെ ഫീലിങ്സ്, അതിൻ്റെ ആ കാര്യം നറേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇമോഷൻസ് അനുഭവിക്കാൻ വേണ്ടി പറയുന്ന ഒരു ഭാഷയാണ് പുഴ കരയുന്നു. നമ്മളിങ്ങനെ കവി പാടുന്നത് കേട്ടിട്ടുണ്ടോ? സന്ധിക്കെന്തിന് സിന്ദൂരം, കാട്ടാറൻ എന്തിന് പാദസരം. ശരിക്കും നമുക്ക് യോജിക്കാത്ത രണ്ട് വാക്കുകളായിട്ട് തോന്നും. അതാണ് ആന്ത്രോപ്പോമോർഫിക് ലാംഗ്വേജ്. സന്ധ്യയ്ക്ക് സിന്ദൂരത്തിന്റെ ആവശ്യമില്ല, കാരണം ഓൾറെഡി സന്ധ്യ സിന്ദൂരം പോലെ ചുവന്നിരിക്കുന്നു. കാട്ടാറിന്റെ പാദസരത്തിന്റെ ആവശ്യമില്ല, കാരണം കല്ലിലൊക്കെയും തട്ടി കാട്ടാറ് കളകള ശബ്ദം ഒഴുകിയാ വരുന്നത്. ഇനിയൊരു പാദസരം കെട്ടേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കാവ്യ ഭംഗിയുള്ള ഭാഷകളാണ്, ആഖ്യാനത്തിനായി ഉപയോഗിക്കുന്ന ഭാഷകളാണ്. ഇതുപോലൊരു ഭാഷ ദൈവം ബൈബിളിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഡോക്ട്രിൻ, ഉപദേശം പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷ, ആ ഭാഷയിൽ ദൈവം പറയുന്നത് ദൈവം മാറ്റമില്ലാത്തവനാണ്, ദൈവം മാറ്റമില്ലാത്തവനാണ്, ദൈവം മാറാത്തവൻ. പക്ഷേ ദൈവം ഒരു സംഭവത്തെ നറേറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഭാഷ അവൻ മാറിയെന്ന, അവൻ അനുദപിച്ചു, അവൻ ദുഃഖിച്ചു. അപ്പം ഒരു സംഭവത്തെ അതിൻ്റെ ആഖ്യാന ശൈലിയിൽ അതിനെ നറേറ്റ് ചെയ്യുമ്പോൾ, അതിനെ വർണ്ണിക്കുമ്പോൾ ദൈവം അനുദപിച്ചു എന്ന് പറയുന്നു. പക്ഷേ ദൈവത്തെ സംബന്ധിച്ചുള്ള ഉപദേശം, ആ ഡോക്ട്രിനൽ ലാംഗ്വേജിൽ ദൈവം മാറാത്തവനെന്നും പറയുന്നുണ്ട്. അപ്പൊ ഇത് തമ്മിൽ കോൺട്രഡിക്റ്റ് ചെയ്യുന്നില്ല. ബൈബിളിലെ മറ്റൊരു പദപ്രയോഗമാണ് അവൻ തൻ്റെ ചിറകടിയിൽ നമ്മെ മറയ്ക്കുന്നു. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ മറയ്ക്കുപോലെ. അപ്പം ദൈവത്തിന് ചിറകുണ്ടോ? അതാണ് അടുത്ത ചോദ്യം. തൻ്റെ തൂവലുകൾ കൊണ്ട് ദൈവത്തിന് തൂവലുണ്ടോ? അപ്പം മനുഷ്യനോടുള്ള തൻ്റെ സ്നേഹത്തെ, ബന്ധത്തെ റിലേറ്റ് ചെയ്യുവാൻ മനുഷ്യന് മനസ്സിലാകുന്ന, അനുഭവഭേദ്യമാകുന്ന ആ ഭാഷയെ ഉപയോഗിക്കുന്നതിനാണ് നാം ഈ ആന്ത്രോപ്പോമോർഫിക് ലാംഗ്വേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒബ്സർവേഷണൽ ലാംഗ്വേജ്. നമുക്കിത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഈ വേദപുസ്തകത്തിൽ ഈ ഒരു പദപ്രയോഗമുണ്ട്, മലാഖിയുടെ പുസ്തകത്തിലെ 1:11. അവിടെ ദൈവം തന്നെ അരുളി ചെയ്യും മലാഖിയിലെ, സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാവും. സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ വലിയതാവും. ശരിക്കും സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നുണ്ടോ? ഇല്ല. സയന്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്യപ്പെട്ട കാര്യമാണ്, സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്നില്ല. പക്ഷേ ദൈവം അരുളി ചെയ്യുക സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു. അപ്പൊ ദൈവം അത്രയും മണ്ടനാണോ? ദൈവത്തിന്റെ സയൻസ് അത്രയും പോറാണോ? കോപ്പർനിക്കസ് ആണ് ഭൂമി കറങ്ങുകയും അത് സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്നു എന്ന് ആദ്യമായി കണ്ടെത്തിയത്. പിന്നെ ഗലീലിയോ ആണ് അതിന് കുറെ കൂടെ പ്രായോഗികമായ ഒരു മാനം കൊണ്ടുവന്നത്. അതുവരെ ലോകം ചിന്തിച്ചത് സൂര്യനാണ് ഭൂമിയെ ചുറ്റുന്നെന്നാണ്. അപ്പോൾ ഈ സയൻസ് വികസിക്കാത്ത ഒരു കാലത്തെ ജനത്തിന്, കോപ്പർനിക്കസ് ഒക്കെ ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ഒരു കൂട്ടം ജനം, അവർ വിശ്വസിച്ചിരുന്നത് സൂര്യൻ കിഴക്കുതിച്ചും പടിഞ്ഞാറ് അസ്തമിക്കുന്നു. അപ്പം
ആ സയന്റിഫിക് ട്രൂത്ത് അല്ല ദൈവം അവിടെ പറയുന്നത്. മനുഷ്യന്റെ അറിവില്ലായ്മയിൽ അവൻ ഉപയോഗിച്ചിട്ടുള്ള ഭാഷയെ തന്നെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. ദൈവം അത് ചേഞ്ച് ചെയ്തില്ല. അതിനാണ് ഈ ഡിവൈൻ അക്കോമഡേഷൻ എന്ന് പറയുന്ന ഒരു പഠന വിഭാഗത്തിൻ്റെ അകത്ത് ഈ കാര്യം വരും. ദൈവം നിത്യനാണ്, പക്ഷേ തന്നെ മനുഷ്യന്റെ തലത്തിലേക്ക്, അറിവിലേക്ക്, അജ്ഞതയിലേക്കും അവന്റെ കപ്പാസിറ്റി ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിലേക്കും തന്നെ താഴ്ത്തിക്കൊണ്ടുവരിക. അപ്പൊ ദൈവം അവിടെ തിരുത്തി പറയുന്നില്ല ഭൂമിയാണ് കറങ്ങുന്നത്, അത് സ്വയം കറങ്ങുന്നു, അതോടൊപ്പം തന്നെ സൂര്യനെ വലം വെക്കുന്നു എന്ന് പറഞ്ഞ് ദൈവം അവരെ ശാസിച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ തിരുത്തിക്കൊണ്ടല്ല സംസാരിക്കുന്നത്. ഇതിനാണ് ഫിനോമിനോലോജിക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഫിനോമിനോലോജിക്കൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഫിനോമിന, ഒരു പ്രതിഭാസത്തെ കാണുന്ന ആ ദൃശ്യ അനുഭവത്തിന് അനുസരിച്ചുള്ള ഭാഷ എന്ന് പറഞ്ഞാൽ, ഒരാൾ ഒരു കാര്യം കാണുമ്പോൾ അയാൾക്ക് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്, ഹൗ ഇറ്റ് അപ്പിയേഴ്സ് ടു ഹിം, അവൻ അതെങ്ങനെയാണ് അനുഭവപ്പെടുന്നത്, ആ തലത്തിൽ നിന്നുകൊണ്ട് ഉപയോഗിക്കുന്ന ഭാഷ. അപ്പം സൂര്യൻ കിഴക്കുദിക്കുകയോ പടിഞ്ഞാറ് അസ്തമിക്കുകയോ ചെയ്യുന്നില്ലെന്ന് സൂര്യനെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിന് നന്നായിട്ടറിയാം. പക്ഷേ ദൈവം മനുഷ്യന് ദൃശ്യാനുഭവമായിരിക്കുന്ന അതേ ഭാഷ ഉപയോഗിക്കുന്നു. അതാണ് ഫിനോമിനോലോജിക്കൽ ലാംഗ്വേജ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു പ്ലെയിൻ ഇങ്ങനെ ദൂരത്ത് നിന്ന് പറന്നു വരിക, പക്ഷേ നിങ്ങൾക്ക് അത് കാഴ്ചയിൽ ഒരു കഴുകൻ പറന്നു വരുന്നത് പോലെയാണ് തോന്നുന്നത്. അപ്പൊ നിങ്ങളുടെ അനുഭവത്തിൽ, ദൃശ്യാനുഭവത്തിൽ അതൊരു കഴുകനാണ്. അതുപോലെ വേദപുസ്തകം പല പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ദൈവം ഒരിടത്ത് മാറി മറ്റൊരിടത്ത് ഞാൻ മാറ്റമില്ലാത്തവനെന്ന് പറയുന്നു എന്നുള്ള കാര്യം നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഓക്കെ, ഇന്ന് ഞാൻ ചില ബൈബിളിൽ തന്നെയുള്ള ഇൻസിഡന്റ് ഈ കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി, കാരണം അല്ലെങ്കിൽ നമ്മളെ രക്ഷയായിട്ട് ബന്ധപ്പെട്ടും ദൈവത്തിൻ്റെ നിത്യമായ പദ്ധതികളായിട്ട് ബന്ധപ്പെട്ടും മുന്നോട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഈ വാക്യങ്ങളൊക്കെ പെട്ടെന്ന് പലയിടങ്ങൾ, ഈ പുറപ്പാട് പുസ്തകത്തിൽ, ശമൂവേലിന്റെ പുസ്തകത്തിലൊക്കെ ദൈവം അനുദപിച്ചു, ദുഃഖിച്ചു, മാനസാന്തരപ്പെട്ടു, ദൈവം തൻ്റെ പദ്ധതി മാറ്റി, പ്ലാൻ മാറ്റി. അപ്പം ദൈവം ഇടയ്ക്കിടയ്ക്ക് പ്ലാൻ മാറ്റും. അപ്പോൾ ഒരു വശത്ത് നമ്മൾ പറഞ്ഞു ദൈവത്തിൻ്റെ സോവറൻ ഡിക്രി, ദൈവത്തിൻ്റെ തീർപ്പ് മാറുന്നില്ല, എക്സ്റ്റേണലായ ഒന്നിനാലും അത് സ്വാധീനിക്കപ്പെടുന്നില്ല എന്നൊക്കെ നമ്മൾ ഒരു വശത്ത് പറഞ്ഞ ശേഷം ദൈവം മാറുന്നു. അപ്പോൾ അതൊക്കെ വായിക്കുമ്പോൾ അടിസ്ഥാനപരമായി എല്ലാ ബൈബിളിലെ ഈ വിഷയങ്ങൾ പറയുന്ന കാര്യങ്ങളും എടുത്ത് സംസാരിക്കാൻ പറ്റത്തില്ല. അതൊരു ലോങ് ടോക്ക് ആവും. ഒരാമുഖമായിട്ടും പൊതുവായിട്ടും ജനറൽ ആയിട്ടും അറിയേണ്ട ചില കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണ്. അപ്പം ദൈവം മനുഷ്യന്റെ അറിവിലേക്കും അവന്റെ ഭാഷയിലേക്കും അവന്റെ കപ്പാസിറ്റിയിലേക്ക് തന്നെ പരിമിതിപ്പെടുത്തുമ്പോഴും ദൈവവചനത്തിന്റെ ആ നിശ്വാസ്യതയ്ക്ക് ഒരു കുറവും വരുന്നില്ല. സാധാരണ മനുഷ്യരാൽ ആ വേദപുസ്തകം എഴുതിയിരിക്കുന്നത് വളരെ, ഇപ്പൊ സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്ന് അറിയുന്ന ഒരു മനുഷ്യന്റെ കയ്യിലാണ് ദൈവം പേന കൊടുത്തത്. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ അറിവ് ഒക്കെ, ആ ഹ്യൂമൻ എലമെന്റ്സ് ഒക്കെ ബൈബിളിന്റെ എഴുത്തിന്റെ അകത്ത് വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ദൈവത്തിന്റെ ദൈവവിശ്വാസ്യതയെ, ദൈവവചനത്തിന്റെ ആ എന്താ പറയുക, ഓതന്റിറ്റിയെ ഒരിക്കലും നഷ്ടപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് ദൈവവചനം ദൈവനിശ്വാസ്യമാണ്. ഈ ഭാഷകളൊക്കെ ഉപയോഗിച്ച്, അപ്പം നമുക്ക് ഒരാൾ വേണേൽ പറയാം, എടാ ബൈബിള് സയന്റിഫിക്കലി തെറ്റാണെന്ന് പറയാം. ബൈബിളിൽ എഴുതിയിരിക്കുന്ന റോങ് സയൻസ് ആണ്, എററാണ്. ദൈവം ഒരു എററായ കാര്യത്തെയാണ് കോട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതാണ് ദൈവത്തിൻ്റെ നമ്മളോടുള്ള വലിയ സ്നേഹം, നമ്മളോടൊപ്പം താതാത്മ്യപ്പെടുന്ന ഒരു ദൈവം. ഓക്കെ, ഇനി നമുക്ക് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങളിൽ ഇതുപോലെ നമുക്ക് വളരെ വിരോധാഭാസം തോന്നുന്ന ഒരു കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ 20-21 പിന്നെ യഹോവ സൊദോമിന്റെയും ഗോമോറയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമാകുന്നു. ഞാൻ ചെന്ന് എന്റെ അടുക്കൽ വന്നെത്തിയ നിലവിളി പോലെ അവർ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി അറിയും. ഇത് നമുക്കൊരു ഭയങ്കര വിരോധാഭാസമായിട്ട് തോന്നും. ഓൾറെഡി സോദോമിന്റെയും ഗോമോറയുടെയും പാപം അത് പൂർണ്ണമായും എന്ത് ചെയ്തിരിക്കുകയാണ്, പൂർത്തിയായിരിക്കുക. ദൈവത്തിന് സകലം നഗ്നതും മലർന്നതുമാണ്, അവന് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. ദൂരത്തു നിന്ന് മനുഷ്യന്റെ നിരൂപണങ്ങൾ പോലും ഗ്രഹിക്കുന്ന ദൈവം പറയുകയാണ്,
ഞാൻ നോക്കി അറിയും. എങ്ങനെ? ഞാൻ അവരുടെ അടുക്കൽ ഇറങ്ങിച്ചെന്ന് നോക്കി അറിയും അവരുടെ നിലവിളി, അവർ തന്റെ അടുക്കൽ വന്നെത്തിയ നിലവിളി പോലെ അവർ പ്രവർത്തിച്ചിട്ടുണ്ടോ. സ്വർഗത്തിലിരുന്ന് സോദോം ഗോമോരയുടെ മുഴുവനും മ്ലേച്ഛത അറിഞ്ഞിട്ടുള്ള ദൈവം ഇനി ഒരു ടോർച്ച് അടിച്ച് താഴോട്ട് ഇറങ്ങി വന്ന് നോക്കേണ്ട ആവശ്യമുണ്ടോ അവരുടെ പാപം എത്രത്തോളം ഉണ്ടെന്ന്? ഇല്ല. അപ്പോൾ ഇതാണ് ദൈവത്തിന്റെ മനുഷ്യനോട്, നിത്യതയിൽ നിൽക്കുന്ന ദൈവം ടൈമിൽ നിൽക്കുന്ന മനുഷ്യനോട് സംസാരിക്കുമ്പോൾ അവനോട് ഐഡന്റിഫൈ ചെയ്യപ്പെടുക. അതാണ് ദൈവത്തിന്റെ ഇമിനൻസ്, ദൈവത്തിന്റെ സമീപസ്ഥത. ഒരു പെർസ്പെക്റ്റീവിൽ ചിന്തിച്ചാൽ. അപ്പൊ ഇവിടെ ആരോടാ ദൈവം ഇത് സംസാരിക്കുന്നത്? അബ്രഹാമിനോടാ സംസാരിക്കുന്നത്. അപ്പൊ അബ്രഹാമിനോട് സംസാരിക്കുമ്പോൾ ആ സോദോമിന് വേണ്ടി, അവിടെയുള്ള മനുഷ്യർക്ക് വേണ്ടി, പ്രത്യേകിച്ച് തന്റെ സഹോദരനായ ലോത്തിനു വേണ്ടി മധ്യസ്ഥത അണയ്ക്കുവാൻ ഒരുങ്ങി നിൽക്കുന്ന ആ മനുഷ്യനോട് ദൈവം സംസാരിക്കുമ്പോൾ ദൈവം അവനെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് ദൈവം സംസാരിക്കുന്നത്. ഞാൻ വന്ന് നോക്കും, അറിയും അവരുടെ പാപം എത്രയുണ്ടെന്ന്. അപ്പോൾ ദൈവിക പദ്ധതിയിൽ ഭാഗമായി നിൽക്കുന്ന മനുഷ്യനോട് സംസാരിക്കുന്ന ദൈവം അവനെ തന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തത്തക്കവണ്ണം ദൈവം പറയുകയാണ്, ഞാൻ വന്ന് കണ്ട് മനസ്സിലാക്കും. അപ്പോഴല്ല ദൈവം മനസ്സിലാക്കുന്നത്, ദൈവം ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ദൈവം നമ്മളോട് റിലേറ്റ് ചെയ്യുന്നൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ ദൈവം അപ്പോൾ അതറിയുന്നു, അപ്പോൾ അത് മനസ്സിലാക്കുന്നു എന്ന നിലയിലാണ് ദൈവം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പം ഇപ്പോൾ ഒരു ടീച്ചർ അവര് ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് പഠിപ്പിക്കുന്നത് കോളേജിൽ. അപ്പോൾ കോളേജിലുള്ള സ്റ്റുഡൻസിനോട് ആ നിലയിൽ ഉള്ള ലാംഗ്വേജ് അവർ ഉപയോഗിക്കുന്നത്. പക്ഷേ ആ ടീച്ചർ വീട്ടിലേക്ക് വരുമ്പോൾ അവരുടെ 3 വയസ്സുള്ള കുട്ടിയെ ആ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കാണുമ്പോൾ ഓടി വന്ന് അതിനെ കെട്ടിപ്പിടിച്ചിട്ട് അതിനോട് പറയുന്നത്, എടാ തക്കുടുവേ. അപ്പം കോളേജിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിപ്പിക്കുന്ന ടീച്ചർ വീട്ടിൽ 3 വയസ്സുള്ള കുട്ടിയുടെ അടുത്തേക്ക് വന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞ ഭാഷ വളരെ വാത്സല്യമുള്ളൊരു ഭാഷയാണ്. അപ്പൊ കോളേജിലെ വിദ്യാർത്ഥിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഭാഷയല്ല കുട്ടിയോട് സംസാരിക്കുന്നത്. അവൻ കരയുകയാണെങ്കിൽ അവനെ ആ മടിയിലെടുത്ത് വെച്ചിട്ട് അവനോട് ഓമനിക്കുന്ന ഭാഷ, അവനോട് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന നിലയില്ല. അപ്പൊ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ഭാഷാ ശൈലിയാണ് ഇത്. അല്ലാതെ ദൈവം അപ്പോഴാണ് അത് അറിയുന്നത് എന്നല്ല ഇതിന്റെ അർത്ഥം. ഇപ്പം നിങ്ങളുടെ മകൻ അവൻ നന്നായി പഠിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം, അവൻ നല്ല മാർക്ക് വാങ്ങിച്ചു എന്നും അറിയാം. എന്നാൽ അവൻ ഹോസ്റ്റലിൽ നിന്ന് അവന്റെ റിസൾട്ട് അറിഞ്ഞ ശേഷം വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ അവനെ കണ്ടുമുട്ടുന്ന ഒരു സന്ദർഭമുണ്ട്. അറിഞ്ഞു, പക്ഷെ ആ കണ്ടുമുട്ടുമ്പോൾ ആ ടൈമിൽ നിങ്ങൾ അവനോട് ഇടപെടുന്ന ആ ഒരു പോയിന്റ്, അങ്ങനെ ഒരു പോയിന്റിലാണ് ദൈവം അബ്രഹാമിനോട് സംസാരിക്കുന്നത്. ദൈവം ഓൾറെഡി അറിഞ്ഞു, പക്ഷെ അബ്രഹാമിനോട് സംസാരിക്കുമ്പോൾ അപ്പോൾ അറിയുന്നത് പോലെ ദൈവം സംസാരിക്കുക. ഓക്കെ, ഇനി മറ്റൊരു വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 9:16-17. ഉൽപ്പത്തി പുസ്തകം 9:16-17. ഇവിടെയൊക്കെ നമുക്ക് ദൈവത്തിന്റെ ആ ടൈമും എറ്റേണിറ്റിയും തമ്മിലുള്ള ആ ബന്ധം അതിങ്ങനെ ചേർന്ന് വരുന്നത് നമുക്ക് കാണാം. 9:16 വില്ലും മേഘത്തിലുണ്ടാകും, ദൈവം ഭൂമിയിലെ സർവ്വ ജഡവുമായ സകല ജീവികളും തമ്മിൽ എന്നേക്കുമായി നിയമം ഓർക്കേണ്ടതിന് ഞാൻ അതിനെ നോക്കും. ഞാൻ ഭൂമിയിലുള്ള സർവ്വ ജഡത്തോടും ചെയ്തിരിക്കുന്ന നിയമത്തിന് ഇത് അടയാളമെന്ന് ദൈവം നോഹയോട് അരുളി ചെയ്തു. അപ്പം ജലപ്രളയത്തിന് ശേഷം ദൈവം ഒരു കവനന്റ് നോഹയുമായി വെക്കുകയാണ്. വില്ല് മേഘത്തിൽ കാണുമ്പോൾ ഞാൻ എൻ്റെ കവനന്റ് നിയമം ഓർക്കും. അപ്പോൾ ഒരു മഴവില്ല് കണ്ട് തൻ്റെ നിയമം മനുഷ്യരോട് ഓർക്കുക. ദൈവത്തിന് ഓർമ്മശക്തി കുറവാണോ? ഒരു മഴവില്ല് കാണേണ്ട ആവശ്യമുണ്ടോ? ഒരു മഴവില്ല് കണ്ടാലേ ദൈവത്തിന് തന്റെ കവനന്റ് ഓർക്കാൻ പറ്റുള്ളൂ? അല്ല, ദൈവം ആരംഭത്തിൽ തന്നെ അവസാനവും അറിയുന്നവനാണ്. അവന് ആർക്കും ഒന്നും ഉപദേശിച്ചു കൊടുക്കണ്ട, അവൻ ആര് മന്ത്രിയായവൻ. പക്ഷേ ദൃശ്യലോകത്ത് മനുഷ്യന് അനുഭവഭേദ്യമായ മെറ്റീരിയൽ വേൾഡിലുള്ള ഒരു കാര്യത്തെ എടുത്തുകൊണ്ട് അഡോപ്റ്റ് ചെയ്തുകൊണ്ട് ദൈവം പറയുകയാണ്,
ഈ വില്ല് കാണുമ്പോഴൊക്കെയും ഞാൻ എൻ്റെ നിയമത്തെ ഓർക്കും. ദൈവത്തിനൊരു വില്ല് കാണേണ്ട ആവശ്യമില്ല ഓർത്തെടുക്കാൻ. പക്ഷേ മനുഷ്യന്റെ ജീവിതവുമായി തൻ്റെ ഉദ്ദേശങ്ങളെ, പർപ്പസുകളെ അവൻ്റെ ലൈഫിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുവാൻ, അതിനെ ഇറക്കിക്കൊണ്ടുവരുവാൻ, അതിനെ സാക്ഷാത്കരിക്കുവാൻ അവൻ്റെ ദൃശ്യ ലോകത്തുള്ള ഒരു കാര്യത്തെ പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇതാ നീ മഴവില്ല് കാണത്തില്ലേ, നീ കാണുന്ന ആ മഴവില്ലിനെ ഞാൻ ഒരടയാളമായിട്ട് ഉപയോഗിക്കുകയാണ്. ശരിക്കും നിനക്ക് എൻ്റെ കവനന്റ് അനുഭവവേദ്യമാകും. ദൈവത്തിനല്ല, ദൈവത്തിന് ഓർക്കാനല്ല. നീ ഇത് കാണുമ്പോൾ എൻ്റെ കവനന്റ് നിനക്ക് ഓർമ്മ വരാൻ ഞാൻ നീയുമായിട്ട് നിന്റെ മധ്യത്തിൽ ഈ ഒരു അടയാളം വെക്കുകയാണ്. ഇതാണ് ദൈവത്തിൻ്റെ ഭാഷ. അപ്പൊ ഇതൊക്കെ ദൈവത്തിന് ഓർക്കാം, ദൈവത്തിന് അറിയാം, ദൈവത്തിന് കാണാം, ഇതെല്ലാം മുന്നമേ കണ്ടു. പക്ഷെ ടൈമിൽ ദൈവം ഇടപെടുന്ന ഭാഷ വ്യത്യാസമാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ക്ലാസ്സുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യത്തിലേക്കാണ് ഇപ്പോൾ വരുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് ചിലയിടത്ത് ദൈവം സർപ്രൈസായി, ദൈവം വിസ്മയിച്ചു എന്നൊക്കെ നമുക്ക് തോന്നുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അവരുടെ വിശ്വാസം കണ്ടിട്ട് അവൻ അതിശയിച്ചു. അതൊരു ഒരു വളരെ രസകരമായ ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ അബ്രഹാം ഒരു കാര്യം ചെയ്തപ്പോൾ സർപ്രൈസ് ആയതുപോലെ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ദൈവത്തെ കാണാം. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചിന്തയാണ്. അത് നിങ്ങളോടൊപ്പം പങ്കുവെക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. ഉൽപ്പത്തി 22:12 ബാലന്റെ കൈമേൽ കൈവെക്കരുത്, അവനോട് ഒന്നും ചെയ്യരുത്, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായികൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളിച്ചു. ഞാൻ ഇപ്പോൾ അറിയുന്നു. അപ്പോൾ അബ്രഹാം മകനെ നൽകുമെന്നും സമർപ്പിക്കുമെന്നും ദൈവത്തിന് മുന്നമേ അറിയത്തില്ലായിരുന്നോ? അറിയാം, ദൈവത്തിന് മുന്നമേ അറിയാം. അപ്പോൾ ഭർത്താവ് ഒന്നും അറിയാത്ത പോലെ ഞാൻ ഇപ്പോൾ അറിയുന്നു, നൗ ഐ ന്യൂ. അത് നമ്മൾ ഒരല്പസമയം ചിന്തിക്കാനായിട്ട് പോവുകയാണ്. ദൈവത്തിനറിയാം അബ്രഹാം അനുസരിക്കുമെന്ന്. പക്ഷെ ദൈവം അറിഞ്ഞ ആ അറിവ്, ആ തോട്ട് ഇപ്പോൾ പ്രാക്ടിക്കലായിരിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ നിത്യതയിൽ മുന്ന് അറിഞ്ഞ ആ അറിവ് ഇപ്പോൾ ഒരു ഫാക്റ്റായി മാറിയിരിക്കുന്നു. അത് അവൻ എക്സ്പ്രസ് ചെയ്യുകയാണ്, ഇപ്പോൾ ഞാൻ അറിയുന്നു. ഒരിക്കൽ കൂടെ ഞാൻ പറയാം. ദൈവത്തിൻ്റെ തോട്ട്, ദൈവത്തിൻ്റെ ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്നുള്ള ആ അറിവ് ഒരു ഫാക്റ്റായി ടൈമിൽ അത് സാക്ഷാത്കരിക്കപ്പെട്ടു. ഞാൻ അനുസരിക്കുമെന്ന് ദൈവത്തിന് മുൻകൂട്ടി അറിയാം. പക്ഷേ അത് ഭൂമിയിൽ സമയത്തിൻ്റെ അകത്ത് സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ വിൽ ഇറ്റ് എക്സൈറ്റിംഗ് മീ? അതെന്നെ എക്സൈറ്റ് ചെയ്യത്തില്ലേ? തീർച്ചയായിട്ടും. ദൈവം അറിഞ്ഞത് ഞാൻ അറിയുന്നു. വാട്ട് ഐ ന്യൂ നോ യു ഓൾസോ നോ. അതാ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ ഓൾറെഡി അറിഞ്ഞു, ബട്ട് നൗ നീ അതറിയുന്നു. ദൈവം അറിഞ്ഞ കാര്യം ഞാൻ അറിയുമ്പോഴാണ് ദൈവത്തിന് സന്തോഷം. ഇപ്പൊ നിത്യതയെ ദൈവം ഓൾറെഡി അറിഞ്ഞതാ, പക്ഷേ അബ്രഹാം അറിഞ്ഞില്ലല്ലോ. അപ്പോൾ അബ്രഹാം അറിഞ്ഞത് എങ്ങനെയാ? തൻ്റെ അനുസരണത്തിലൂടെ, ദൈവത്തിലുള്ള ആശ്രയത്തിലൂടെ, ദൈവത്തിലുള്ള വിശ്വാസത്തിലൂടെ, പ്രത്യാശയിലൂടെ താൻ നിത്യതയിൽ ദൈവം ഓൾറെഡി ചിന്തിച്ച കാര്യം ടൈമിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ തൻ്റെ അനുസരണത്തിലൂടെ താൻ അവിടെ എത്തിച്ചേരുമ്പോൾ ദൈവം അറിഞ്ഞ കാര്യം, ദൈവം എക്സ്പെക്ട് ചെയ്ത കാര്യം, ദൈവം മനസ്സിലാക്കിയ കാര്യം അബ്രഹാമും കൂടെ അറിയുമ്പോഴാണ് ശരിക്കും ദൈവം സന്തോഷിക്കുന്നു. ഓക്കെ, ഇപ്പം നിങ്ങളുടെ ഭാര്യയ്ക്കറിയാം നിങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ ഭാര്യ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾക്ക് നന്നായിട്ടറിയാം.
പക്ഷെ നിങ്ങളുടെ ഭാര്യ ഏതെങ്കിലും ഒരു സ്നേഹത്തിന്റെ പ്രത്യേകമായ എക്സ്പ്രഷൻ കാണിക്കുമ്പോൾ നിങ്ങൾ പറയുമോ, യാ ഐനോ എനിക്കറിയാം നീ സ്നേഹിക്കുന്നുണ്ടെന്ന്, പ്രത്യേകിച്ച് കാണിക്കൊന്നും വേണ്ട എന്ന് പറയത്തില്ല. നിങ്ങളുടെ ഭാര്യ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം എങ്കിലും നിങ്ങളുടെ ഭാര്യ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ ആ സ്നേഹത്തെ ആസ്വദിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളത് എക്സ്പ്രസ് ചെയ്യുന്നു. അപ്പോൾ ദൈവം സമയത്തിനു മുമ്പ് വിഭാവനം ചെയ്ത ഒരു കാര്യം മനുഷ്യൻ അനുസരണത്തിലൂടെ സമയത്ത് നിവർത്തിക്കുമ്പോൾ ദൈവം പറയാണ്, ഇപ്പോൾ നമ്മൾ രണ്ടും ബോത്ത് വി ആർ കം ഇൻ വൺ പേജ്, നമ്മൾ രണ്ടും ഇപ്പോൾ ഒരു പേജിൽ വന്നിരിക്കുന്നു. ഓക്കെ, ഇത് സംബന്ധിച്ച് ചില ചിന്തകൾ ഞാൻ ഒന്നുകൂടെ എക്സ്പ്രസ് ചെയ്യാം. ഞാൻ നിത്യതയിൽ അറിഞ്ഞത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. എന്താണോ സംഭവിക്കാൻ പോകുന്നത് എന്ന് ഞാൻ അറിഞ്ഞത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. വാട്ട് ഐ ന്യൂ, വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്ന് ഞാൻ അറിഞ്ഞത് നൗ ഇറ്റ് ഹാപ്പൻ. അപ്പൊ അത് ദൈവത്തിന്റെ സന്തോഷമാണ്. അപ്പൊ ദൈവം ഒരു നിർഗുണ പരബ്രഹ്മമല്ല. എല്ലാം മുന്നറിഞ്ഞും മുൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ദൈവം ഒരു കല്ല് പോലെ ഇമോഷൻ ഇല്ലാത്ത ഒരാളല്ല. ദൈവം തീരുമാനിച്ച കാര്യം മനുഷ്യന്റെ ലൈഫിൽ ഫുൾഫിൽ ആകുമ്പോൾ ദൈവത്തിന് അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ദൈവം ഉപയോഗിക്കുന്നതാണ് നൗ ഐ നോ. നിത്യതയിൽ ദൈവം അറിഞ്ഞ ഒരു കാര്യം മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാണ് ദൈവത്തിന് തൻ്റെ സന്തോഷം മനുഷ്യനുമായിട്ട് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണ് മനുഷ്യനുമായിട്ട് ദൈവം തൻ്റെ സന്തോഷം പങ്കുവയ്ക്കാൻ കഴിയുന്നത്? ദൈവം സമയത്തിന് മുമ്പ് തീരുമാനിച്ചതും അറിഞ്ഞതുമായ ഒരു കാര്യം മനുഷ്യൻ ഭൂമിയിൽ അത് ചെയ്യുമ്പോഴാണ് ദൈവത്തിന് തൻ്റെ സന്തോഷം പങ്കുവെക്കാനുള്ള അവസരം ഉണ്ടാകുന്നുള്ളൂ. ഈ മനുഷ്യൻ സൃഷ്ടിക്കപ്പെടണമല്ലോ. അബ്രഹാം സൃഷ്ടിക്കപ്പെടണം. അബ്രഹാം മകനെ യാഗമായി മോറിയായിൽ കൊണ്ടുവരണം. അവിടെ വെച്ച് അവൻ മകനെ അർപ്പിക്കണം. ഇത് ഓൾറെഡി മുൻകൂട്ടി അറിഞ്ഞതും കണ്ടതുമായ ദൈവത്തിന് അവനത് അനുസരിച്ചെങ്കിലല്ലേ താൻ ഓൾറെഡി അറിഞ്ഞ സന്തോഷത്തെ തനിക്ക് അവനുമായി പങ്കുവയ്ക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അവനുമായിട്ട് പങ്കുവയ്ക്കാൻ കർത്താവിന് എപ്പോഴാണ് അവസരമുള്ളത്? തൻ്റെ ചിന്തയിൽ അറിഞ്ഞ കാര്യം ഒരു മനുഷ്യൻ അനുസരിക്കുമ്പോഴാണ് അവൻ ആ സന്തോഷം പങ്കുവെക്കാനുള്ള അവസരം ഉണ്ടാകുന്നത്. അപ്പോൾ ടൈമിൽ ആ സന്തോഷം പങ്കുവെക്കാൻ എറ്റേണിറ്റിയിൽ പ്ലാൻ ചെയ്ത ദൈവം ഇപ്പോൾ ഞാൻ അറിയുന്നു. അവരുടെ വിശ്വാസം കണ്ടവൻ വിസ്മയിച്ചു. ശരിക്കും അവൻ അറിഞ്ഞ കാര്യം നാം അറിയുന്നു എന്നതാണ്, അല്ലെങ്കിൽ നാം അറിയുമ്പോഴാണ് അവൻ ശരിക്കും ഹാപ്പിയാകുന്നത്. ദാറ്റ് ഈസ് ഹിസ് ജോയ്. ഓക്കെ, ഇത് സംബന്ധിച്ച് എൻ്റെ ഹൃദയത്തിൽ വന്ന മറ്റൊരു ചിന്ത അതുകൂടെ ഞാൻ പങ്കുവെക്കാം. അവൻ അറിഞ്ഞത കാര്യം ഞാനും അറിയുമ്പോഴാണ് അവൻ എന്നോട് റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത്. അവൻ അറിഞ്ഞ കാര്യം എൻ്റെ അനുസരണത്തിലൂടെ ഞാൻ അറിയുമ്പോഴാണ് ഞാനും അവനോട് റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഞാൻ അറിയുന്നു. നോ, ഇപ്പോൾ നീ വാ, നീ അനുസരിച്ചു, നിന്റെ മകനെ നൽകി. ഞാൻ അറിഞ്ഞ കാര്യം ഇപ്പോൾ നീയും അറിയുന്നു. അപ്പോഴാണ് എനിക്ക് ദൈവത്തിന് മനുഷ്യനുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്, റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആ റിലേഷൻഷിപ്പ് അവിടെ സ്ഥാപിക്കപ്പെടുക. അവർ രണ്ടുപേരും ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരിക. നിത്യതയും ടൈമും മേർജ് ചെയ്യുന്ന ഒരു റിയാക്ഷൻ പോയിന്റ് ഉണ്ട്. ദൈവം മുന്നറിഞ്ഞ കാര്യം മനുഷ്യൻ സമയത്ത് തൻ്റെ അനുസരണത്തിലൂടെ ചെയ്യുമ്പോൾ ടൈമും എറ്റേണിറ്റിയും തമ്മിൽ മേർജ് ചെയ്യുന്ന ആ റിയാക്ഷൻ പോയിന്റ്. ആ റിയാക്ഷൻ പോയിന്റിൽ ദൈവം ഒരു കൊച്ചുകുട്ടിയെ പോലെ സന്തോഷിക്കുന്നു. അങ്ങനെ ദൈവത്തിന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ലേ? പറ്റൂ. കാരണം അവൻ അറിഞ്ഞ കാര്യം ഞാൻ അറിയുമ്പോൾ
അത് അവൻ്റെ സന്തോഷമായി തീരുക. അപ്പോഴാണ് അത് സന്തോഷമാകുന്നത്. അപ്പോഴാണ് അവന് എന്നോട് റിലേറ്റ് ചെയ്യാൻ കഴിയുന്നത്, ഞാനുമായിട്ട് റിലേഷൻഷിപ്പിലേക്ക് വരാൻ കഴിയുന്നത്. അപ്പോൾ നിത്യതയിൽ ദൈവത്തിൻ്റെ ഫോർനോളജിൽ ഉള്ള ഒരു കാര്യം സമയത്തിനകത്ത് അവൻ്റെ ലൈഫിലെ അനുസരണത്തിലൂടെ ചെയ്യുമ്പോഴാണ് ദൈവം തൻ്റെ സന്തോഷം മനുഷ്യനുമായിട്ട് പങ്കിടുന്നത്. അല്ലെങ്കിൽ മനുഷ്യനുമായിട്ട് ദൈവത്തിന് പങ്കിടാൻ കഴിയത്തില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മാത്രം ഇരുന്ന് പങ്കിടാനേ പറ്റുള്ളൂ. ഇപ്പൊ ദൈവത്തിന് മുന്നറിവുണ്ടെങ്കിലും ദൈവത്തിന് അത് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ടൈമിൽ ആ കാര്യം സംഭവിക്കണം. മനുഷ്യനുമായി ആ സന്തോഷം പങ്കിടാം. ഹല്ലേലൂയ. ഇസ് ഇറ്റ് എക്സൈറ്റിംഗ്? ഇത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആകുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയ ഒരു കാര്യം, എന്നോട് താതാത്മ്യപ്പെടുന്ന. ഇതിന്റെ അർത്ഥം എന്നാണെന്നറിയോ? ഹി ലീവ്സ് ഇൻ ടൈം. യെസ്, അതാണ് അതിന്റെ അർത്ഥം. ഹി ലീവ്സ് ഇൻ ടൈം. അവൻ ഈ സമയത്ത് എന്നോടൊപ്പം ജീവിക്കുന്നു. ഈ പ്രസന്റ് മൊമെന്റിൽ അവൻ എന്നോടൊപ്പം ജീവിക്കുന്നു. ഒരു മാസത്തിന് ശേഷം ഞാൻ മാനസാന്തരപ്പെടും എന്ന് ദൈവത്തിന് അറിയാമെങ്കിൽ ആ ഒരു മാസത്തിന് ശേഷം ഒരു മാസത്തിനപ്പുറം നിന്നുകൊണ്ടല്ല ദൈവം എന്നോട് സംസാരിക്കുന്നത്. ഈ റിയൽ ടൈം, ഈ ടൈമിൽ നിന്ന് ദൈവം എന്നോട് ഇടപെടുകയാണ്. നിത്യതയിൽ അറിഞ്ഞ കാര്യം നിത്യതയിൽ നിന്നുകൊണ്ടല്ല ദൈവം എന്നോട് സംസാരിക്കുന്നത്. നൗ ഐ നോ, ഇപ്പോൾ അവിടെ എന്നോടൊപ്പം ഐഡന്റിഫൈ ചെയ്യപ്പെടുക. അതാണ് ദൈവത്തിന്റെ ഇമിനൻസ്. പ്രിയമുള്ളവരെ, ദൈവിക സ്വഭാവത്തെ എന്നിലേക്ക് പകരാനും ദൈവത്തിന്റെ കവനിലേക്ക് എന്നെ ഒരു പാർട്ണറായി ചേർക്കാനും ദൈവത്തിന്റെ പദ്ധതികൾക്കകത്തേക്ക് എന്നെ മേർജ് ചെയ്യിക്കാനും ദൈവം നമ്മളിലേക്ക് അക്കോമഡേറ്റ് ചെയ്യപ്പെടുന്ന ഡിവൈൻ അക്കോമഡേഷൻ, അതിന്റെ ബ്യൂട്ടി മനോഹരം. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, എറ്റേണിറ്റി ടൈമുമായി മേർജ് ചെയ്യുന്നത് മനുഷ്യന്റെ അനുസരണത്തിലൂടെ, ഒബീഡിയൻസിലൂടെ. ആ റിയാക്ഷൻ പോയിന്റ്, അവിടെയൊക്കെ ദൈവം എക്സൈറ്റഡ് ആയിട്ടുണ്ട്, ഇമോഷണൽ ആയിട്ടുണ്ട്. അത് ഒരു അഭിനയമല്ല, സത്യമാണ്. അടുത്തത്, അവർ മാനസാന്തരപ്പെട്ടു. ഇപ്പൊ നിനവ മാനസാന്തരപ്പെട്ടു. നിനവക്കാര് മാനസാന്തരപ്പെടും ദൈവത്തിന് ഓൾറെഡി അറിയാം. പക്ഷെ അവർ മാനസാന്തരപ്പെട്ടപ്പോൾ കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളോട് ചെയ്യാൻ തീരുമാനിച്ചത് ഞാൻ ചെയ്യത്തില്ല, ഞാൻ അനുദപിക്കുന്നു. ഹി റിപ്പന്റ് ആൻഡ് റിലന്റ്. ഇവിടെ ഒരു കാര്യം പ്രധാനമായിട്ട് അറിയണം. ദൈവത്തിന് ആ കാര്യം ഓൾറെഡി അറിയാം. പക്ഷേ അത് എൻ്റെ അനുഭവമായി തീരാൻ വേണ്ടിയാണ് ദൈവം അങ്ങനെ സംസാരിക്കുന്നത്. അത് എൻ്റെ അനുഭവമായി തീരണം. ഞാൻ മാനസാന്തരപ്പെട്ടു, ഞാൻ അനുസരിച്ചു, ഞാൻ സമർപ്പിച്ചു. അപ്പോൾ ദൈവം അത് അറിയുന്നു, അല്ലെങ്കിൽ അപ്പോൾ ദൈവം തൻ്റെ പദ്ധതി മാറ്റി തിരുത്തി എന്നുള്ളതല്ല. ദൈവം അറിയുന്നു എന്നിടത്തല്ല, അത് എൻ്റെ അറിവാക്കി മാറ്റുകയാണ്, എൻ്റെ അനുഭവമാക്കി മാറ്റുകയാണ്. അബ്രഹാം തന്നെ സ്നേഹിക്കുന്നുവെന്നും മകനെ കൊടുക്കുന്നുവെന്നും ദൈവത്തിന് ഓൾറെഡി അറിയാം. പക്ഷേ അവൻ അതനുസരിച്ചപ്പോൾ അത് അവന്റെ അനുഭവമാക്കി മാറ്റാനാണ് ദൈവം പറയുന്നത്, നീ ഇപ്പോൾ എന്നെ ഭയപ്പെടുന്നുവെന്ന് ഞാൻ അറിയുന്നു. ജനം മാനസാന്തരപ്പെട്ടപ്പോൾ ദൈവം അനുദപിക്കുന്നു. അവരോട് ചെയ്യാനായിട്ട് ദൈവം തീരുമാനിച്ച ന്യായവിധി ചെയ്യാതെ ദൈവം തന്റെ പദ്ധതി മാറ്റുന്നു എന്ന് പറയുമ്പോൾ അവരോട് ദൈവം അവരുടെ മാനസാന്തരത്തെ അവരുടെ അനുഭവമാക്കി തീർക്കാൻ വേണ്ടിയാണ് പറയുന്നത് ദൈവം മാറിയെന്ന്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് കരുണ കാണിക്കുന്നു, ഞാൻ എൻ്റെ ആ ന്യായവിധി ക്യാൻസൽ ചെയ്യുന്നു എന്ന് പറയുന്നത് നമ്മുടെ അനുഭവമാക്കി മാറ്റാൻ. അല്ലെങ്കിൽ പിന്നെ അത് എങ്ങനെയാണ് നമ്മുടെ അനുഭവമായി മാറുന്നത്? ഇപ്പോൾ ഒരു ഉദാഹരണം, ഈ മേശയുടെ വലതുവശത്ത്, ഈ മേശയുടെ ഇടതുവശത്ത് ഞാൻ നിൽക്കുമ്പോൾ ഈ മേശ എൻ്റെ വലതുവശത്താണ്. ഈ മേശയുടെ വലതുവശത്ത് ഞാൻ നിൽക്കുമ്പോൾ ഈ മേശ എൻ്റെ ഇടതുവശത്താണ്. അപ്പോൾ കുറച്ചു മുമ്പ് ഈ മേശ വലതുവശത്തായിരുന്നു, ഇപ്പോൾ ഈ മേശ എൻ്റെ ഇടതുവശത്താണ്. ആരാ മാറിയത്? മേശ മാറിയില്ലേ? മേശ വലത്തായിരുന്നു, ഇപ്പൊ മേശ ഇടത്തല്ലേ? മേശ മാറിയിട്ടില്ല, മേശ അവിടെ തന്നെയാണ്. ഞാൻ മാറിയപ്പോൾ മേശ മാറിയതായിട്ട് തോന്നുക. ദൈവം മാറിയിട്ടില്ല, ദൈവത്തിന് മാറ്റമില്ല. പക്ഷെ മനുഷ്യൻ മാനസാന്തരപ്പെട്ടപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് ദൈവം മാറിയതായിട്ട്. അപ്പോൾ ഞാൻ മാറി, ഞാൻ മാനസാന്തരപ്പെട്ടു എങ്കിൽ അത് എൻ്റെ അനുഭവമാക്കി തീർക്കാൻ വേണ്ടിയാണ് കർത്താവ് പറയുന്നത്, ഇപ്പോൾ ഞാൻ അറിയുന്നു. അത് ഒരു അത്ഭുതമാണ്. ദൈവത്തിന്റെ ഈ കമ്മ്യൂണിക്കേഷൻ, ദൈവത്തിന്റെ ഈ ലാംഗ്വേജ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മളുമായിട്ട് കർത്താവ് താതാത്മ്യപ്പെടുന്ന ആ ഒരു സമയം നമ്മുടെ അനുസരണത്തിന്റെ സമയമാണ്.
മറ്റൊരു കാര്യം, ഈ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളുണ്ടല്ലോ, ദൈവം ഈ നിലയിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഈ ടൈമുകൾ, അത് നമ്മുടെ ഈ ഫോർനോളജ് എന്നൊരു കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ കുറെ കൂടെ ബ്യൂട്ടിയാണ്. മനുഷ്യന് ദൈവം തിരഞ്ഞെടുപ്പാനുള്ള ഫ്രീ ചോയ്സ്, കപ്പാസിറ്റി ടു ചൂസ്, തിരഞ്ഞെടുപ്പാനുള്ള ഫ്രീ ചോയ്സ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അവൻ എന്താണ് തിരഞ്ഞെടുക്കാൻ പോകുന്നതെന്ന് ദൈവത്തിന് ഒരു ഫോർനോളജ് ഉണ്ട്. ദൈവത്തിൻ്റെ ഫോർനോളജ് മനുഷ്യന്റെ ചോയ്സുമായി മേർജാകുന്ന ടൈമാണ് ഉൽപ്പത്തി പുസ്തകം 22:12 എന്ന് പറഞ്ഞാൽ, മേൻസ് ഫ്രീ ചോയ്സ് മേർജ് വിത്ത് ഗോഡ്സ് ഫോർനോളജ്. മനുഷ്യന്റെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് ദൈവത്തിന്റെ മുന്നറിവുമായി ഒന്നാകുക. മുന്നറിവിൽ ഓൾറെഡി ഞാൻ എന്താണ് തിരഞ്ഞെടുക്കുന്നത് അറിയാം, പക്ഷേ ആ മുന്നറിവ് എൻ്റെ സ്വന്തമായ ഇച്ഛ കൊണ്ട് ഞാൻ തെരഞ്ഞെടുക്കുമ്പോൾ, ആ തെരഞ്ഞെടുപ്പും മുന്നറിവും ഒന്നായിത്തീരുമ്പോൾ കർത്താവ് അവിടെ ശരിക്കും ആ അനുഭവം നമ്മൾക്ക് സ്വന്തമായി തീരാൻ വേണ്ടി കർത്താവ് നമ്മുടെ ഭാഷയിലേക്ക് ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, ഇപ്പോൾ ഞാൻ അറിയുന്നു നീ എന്നെ ഭയപ്പെടും. പ്രിയമുള്ളവർ, ഈ നിലയിൽ നമ്മളോട് താതാത്മ്യപ്പെട്ട് തൻ്റെ ദിവ്യമായ കാര്യങ്ങളെ നമ്മുടെ മർത്യമായ ടൈം ലിമിറ്റായ നമ്മുടെ പരിമിതിക്കകത്തേക്ക് കൊണ്ടുവരുവാൻ ദൈവം കാണിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ആ വലിയ കരുണയ്ക്കായി, കൃപയ്ക്കായി, ദയയ്ക്കായി, സ്നേഹത്തിനായി ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഡിവൈൻ അക്കോമഡേഷൻ, ദൈവം തന്നെ വിധേയപ്പെടുത്തി കൊണ്ടുവരുന്ന വേദോസ്തത്തിൽ ഒത്തിരി ഭാഗങ്ങൾ നമുക്കിത് കാണാം. ഇത് പൊതുവായി ചില കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. അതുകൊണ്ട് മുന്നോട്ടുള്ള പഠനത്തിൽ ഈ ലാംഗ്വേജിൻ്റെ ഡിഫറൻസ് നമുക്കൊരു ചോദ്യമായിട്ട് തീരരുത്. പലരുടെയും ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ദൈവം അനുദപിച്ചു, പക്ഷേ ദൈവം അനുദപിക്കാൻ മനുഷ്യനല്ല. ഓർത്തോണം, ദൈവം ഞാൻ അനുദപിക്കുമെന്ന് ദൈവത്തിന് അറിയാം, പക്ഷേ ഈ എക്സൈറ്റഡ്. ഇനി നമുക്ക് മറ്റൊരു ഭാഗം കൂടെ ചിന്തിച്ചിട്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാം. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിൽ വലിയ സന്തോഷമാണ്. പക്ഷെ ബൈബിൾ പറയുകയാണ്, അവൻ ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മളെ തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നു. ലോകസ്ഥാപനം മുമ്പേ നമ്മെ ക്രിസ്തുവിൽ മുൻ നിയമിച്ചെങ്കിൽ പിന്നെ ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ ദൈവം സന്തോഷിക്കുന്നത് ശരിക്കും ഒരു ഡ്രാമ പോലെ തോന്നത്തില്ലേ? ദൈവം വ്യാജം പറയല്ലേ? ബൈബിൾ പറയുക ദൈവം വ്യാജം പറയുക മനുഷ്യനല്ല. അപ്പൊ പിന്നെ ദൈവം ശരിക്കും ദൂതന്മാരുടെ മധ്യത്തിൽ സന്തോഷിക്കുന്നു, സ്വർഗത്തിൽ സന്തോഷിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇത് ആവർത്തിച്ച് പറയുന്നു, ഒരു പാപിയുടെ മാനസാന്തരം. പക്ഷേ കർത്താവിൽ വിശ്വസിക്കുന്നവർ എല്ലാവരെയും ഓൾറെഡി ലോകസ്ഥാപനം മുമ്പ് തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ ദൈവം എക്സൈറ്റഡ് ആകുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം, ഞാൻ മാനസാന്തരപ്പെടുമ്പോൾ, ഞാൻ സുവിശേഷത്തോട് റെസ്പോണ്ട് ചെയ്യുമ്പോൾ ദൈവം ഓൾറെഡി മുന്നറിഞ്ഞ കാര്യം സമയത്ത് അത് സാക്ഷാത്കരിക്കപ്പെട്ടു, ഫുൾഫില്ലായി. വാട്ട് ഹി ന്യൂ, ആ അറിഞ്ഞ കാര്യം നൗ അതൊരു ഫാക്റ്റായി ടൈമിൽ. അപ്പോൾ സ്വർഗം സന്തോഷിക്കുന്ന എന്താണെന്നറിയോ? സ്വർഗത്തിൽ ഓൾറെഡി മുന്നറിഞ്ഞ കാര്യം ഭൂമിയിൽ മനുഷ്യനിൽ നിവർത്തിക്കപ്പെട്ടു. അത് നിവർത്തിക്കപ്പെട്ടത് അവൻ ഓൾറെഡി കണ്ടതാ. പക്ഷെ ടൈമിന്റെ അകത്ത് അത് നിവർത്തിക്കപ്പെടുമ്പോൾ ദൈവം ടൈമിലേക്ക് റിലേറ്റ് ചെയ്ത് വന്നിട്ട് ഇവിടെ സന്തോഷിക്കുമ്പോൾ, ഇവിടെ മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം അവിടെ സന്തോഷിക്കുന്നു. ഇത് ഒരു മിസ്റ്ററിയാണ്. സമയത്തിന് അതീതനായ ദൈവം ടൈമിൽ നടക്കുന്ന ഒരു കാര്യത്തിൽ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഹി ലീവ്സ് ഇൻ ടൈം. നമ്മുടെ ഈ സമയത്ത് അവൻ ജീവിക്കുന്നു. എന്തിന്? നമ്മളുമായി ആ ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് എത്തുവാനായിട്ട്. ഓ അത്ഭുതം! നിത്യനായ ദൈവം എൻ്റെ ടൈമിൽ, ഇപ്പോൾ ഹി ലീവ്സ് ഇൻ മൈ ടൈം, എൻ്റെ ഈ റിയൽ ടൈമിൽ അവൻ ജീവിക്കുന്നു എന്നത് അതിശയമാണ്. സോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ചിന്തകൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതൊരു പെർസ്പെക്റ്റീവിന് വേണ്ടി, ഒരു ധാരണയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്. മുന്നോട്ട് വരുന്ന ക്ലാസ്സുകളിൽ നമുക്കിത് കൂടുതൽ വ്യക്തമാകും. സോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.